അപ്പോൾ ഹലോ ഗായ്സ്, MCFൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൻ്റെ സീരീസ് ആയിട്ടാണ്. നമ്മൾ എപ്പിസോഡ് 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പിസോഡ് 2 നമ്മൾ ലാസ്റ്റ് അമ്മലേൻ്റെ അപ്പുറത്തോട്ട് ഇങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്ത് വന്നപ്പോഴത്തേനും നൈറ്റായി. മേലോട്ട് തരാൻ നോക്കിയപ്പോൾ ഒരു സോംബി അടിച്ച് താഴെട്ട് ഇവിടേക്ക് നമ്മൾ വന്ന് ഇവിടെ കുറേ നേരം ഇങ്ങനെ നിന്ന്. അപ്പോൾ രാവിലെ ഇൻട്രോ എടുക്കാമെന്ന് വെച്ച് രാവിലെ ഇൻട്രോ എടുത്താണ്. നമ്മളിന്ന് ഒരു കിടു വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഇവിടെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി അറിയാം. ലോങ് ഈ വ്യൂ കാണാൻ നല്ല രസമുണ്ട്. ഹാർഡ് കോറാണ്. താഴെ വീണാൽ തീർന്നു, ഫുള്ളാലത്ത് പോയാൽ തീർന്നു. എൻ്റെ സ്പോണൊക്കെ ഉണ്ടോ? ഒരു കിടുക്കാച്ചി വ്യൂ ഉള്ള സ്ഥലമാണ് ഇതാ കാണുന്നത്. അവിടെ ഇങ്ങനെയായിട്ട് സ്ഥലത്തെയാണ് കണ്ടോ, അവിടെ ഇങ്ങനെയായിട്ടൊരു കിടുക്കാച്ചി വ്യൂ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെയായിട്ടാണ് നമ്മളിന്നൊരു വീടുണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമുക്ക് അവിടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം. വില്ലേജേഴ്സിൻ്റെ ഫുഡ് സോഴ്സ് ഉള്ള സ്ഥലമാണ്. അമ്മമാർക്കിത് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ വീറ്റ് കൃഷി ചെയ്യുന്നതിന് അങ്ങനെയൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇത് പൊളിക്കുന്നതിന് മുമ്പേ വെള്ളം നമുക്കൊന്ന് കളയണം. വുഡൊക്കെ പൊളിച്ചെടുക്കാം. നമുക്ക് വുഡ് മൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെന്തായാലും ഇത് ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത്ര നല്ല രസത്തിൽ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓൾറൗണ്ട് വ്യൂ ഒന്ന് നോക്കണം. അതിന് മുമ്പ് നമുക്ക് മേളിൽ പോയിട്ട് ഒരു കട്ടിലെടുത്ത് കൈ പിടിക്കണം. എന്തിനാന്ന് നോക്കണത്, നമുക്ക് നൈറ്റായാൽ കിടന്നുറങ്ങാൻ വേണ്ടി ബെഡെടുത്ത് കൈ തന്നെ പിടിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഇങ്ങനെയായിട്ടാണ് വീടുണ്ടാകുന്നത്. അതിൻ്റെ മുമ്പോട്ട് കുറച്ച് സെറ്റ് ചെയ്ത സീനൊന്നുമില്ല. അതല്ല, അവിടുന്ന് ആ മുമ്പിലുള്ള അത് കുറച്ചൊന്നിങ്ങനെ സ്ട്രെയിറ്റ് ആക്കണം. അത് അപ്പുറത്തെ മലയല്ലയാണ് കാണുന്നത്. അത് കളയാൻ പറ്റില്ല. നിങ്ങൾ വ്യൂ കണ്ടില്ലേ, ആ വ്യൂവിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നൊരു കിടക്കാച്ചി വീട്. മലയാണ് ഡിസ്റ്റർബായി നിൽക്കുന്നത്, പക്ഷെ ആ മല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുവരെ നമുക്ക് ഇവിടെ തന്നെ വീട് പണിയാനൊക്കെ തുടങ്ങും. അതിന് വേണ്ടി ഇപ്പോൾ കുറച്ച് സ്ഥലം മുമ്പോട്ടെടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇതും കുറച്ച് കളയാനുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ വേൾഡിലത്തെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. ഡയൻ ഫാമും അതൊക്കെ ഉണ്ടാക്കിയ വേൾഡില്ലേ, അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഡിലേ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒരു പുതിയ ഇത് തുടങ്ങിയത്. എന്നാലും ഈ ശനി ഞായർ തൊട്ട് ആ വേൾഡിൽ തന്നെ ആയിരിക്കും ഫുൾ വീഡിയോ ഉണ്ടാവുക. ആ വേൾഡിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ടാവും. ഈ കല്ല് പൊട്ടിക്കട്ടെ. അവിടെ കയറി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡേട്ടും കിട്ടും. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് പച്ചപ്പ് തിരിച്ചു തരണം. നമ്മൾ പൊട്ടിച്ചിടണം. ഇവിടെ തിരിച്ച് പച്ച കളർ തന്നെ ആയിക്കോളും. എന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ പച്ച കളർ തിരിച്ചു കൊണ്ടുവരണം. അതിന് നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണം. അതിന് ഇവിടെ 2 ബ്ലോക്കിലാണ് കാട്ടേക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ മാത്രം വെക്കണം. കേസ് നമുക്ക് ഇത്ര മതിയാണെന്ന് തോന്നുന്നു. ഇനി വെക്കണം വേണ്ട. അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ടായി പോകും. നമ്മൾ ഈ ബ്രിഡ്ജ് ചെയ്ത് വന്ന ബ്രിഡ്ജില്ലേ, ഇത് ഫസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ചേരാം. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് കയറാനും പറ്റും. ഇവിടെ താഴെ വേണം നമ്മൾ ഇനി തിരിച്ച് ഇത് കയറാറുണ്ടേ. ഒന്ന് സൂക്ഷിച്ചാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ ബ്രിഡ്ജ് അങ്ങ് പൊളിച്ചതാണ്. ഇതും കൂടെ പൊട്ടിച്ചതാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്ത് വന്ന് റെഡി ആയിട്ട് ഇനി നമ്മളിവിടെ വീടുണ്ടാക്കണം. നമ്മൾ വീടുണ്ടാക്കാൻ സാധാരണ പോലെ ഒന്നുമല്ല നമ്മൾ വീടുണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കല്ലിൻ്റെ വീടാണ്. ഇതൊരു വുഡിൻ്റെ വീടാണ്. മരം വെച്ചാണ് ഈ വീടുണ്ടാക്കുന്നത്. ഫുള്ളി മരം മാത്രം യൂസ് ചെയ്ത്. അപ്പോൾ കുറച്ചധികം മരം എടുക്കേണ്ടി വരും.
മരം എടുക്കട്ടെ, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് നമ്മൾ എന്തായാലും ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട്. ഇത്ര മതിയാണെന്ന് തോന്നുന്നു നമുക്ക് വുഡ്. നമ്മുടെ ഇപ്പോഴത്തെ കൺഫ്യൂഷൻ ഏത് സ്ഥലത്തേക്ക് നോക്കിയിരിക്കുന്ന പോലെ വീട് വെക്കും. മുമ്പോട്ട് നോക്കിയിരിക്കുന്ന പോലെ വെക്കണോ അതോ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന പോലെ വെക്കണോ? ഇതൊന്ന് മുമ്പോട്ട് നോക്കിയിരിക്കുന്ന പോലെ വെച്ചാൽ അവിടെ നോക്കിയാൽ നല്ല വൃത്തിയാണ്. പക്ഷേ ഈ മലേൻ്റെ ആംഗിൾ കാണില്ല. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നല്ല വൃത്തി കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ എത്തിയാലേ തോന്നുന്നതായിരിക്കും ബെറ്റർ. എന്തിനാണെന്ന് വെച്ചാൽ ഈ വീട് കിടക്കുന്ന ഒരു എൻ്റെ അടിയിലുള്ള വീടിന് ഒരു അട്രാക്റ്റീവ്നെസ്സിനാണ് പോകും ഈ വീട് പൊളിച്ചാണ്. അപ്പോൾ ഗൈസ് നമ്മളിവിടുത്തെ വീട് ഏകദേശം ഫുൾ പൊളിച്ച് പറ്റിയിട്ടുണ്ട്. ഇതിന് വേണ്ടി ശ്രദ്ധിച്ചില്ലോ, ചില്ലിതായിട്ട് നിൽക്കുന്ന എയറിൽ. എന്താ നമ്മളിവിടെ ഉണ്ടായിരുന്നൊരു വില്ലേജറിൻ്റെ വീട് പൊളിച്ചുണ്ട്. അടുത്ത എപ്പിസോഡിൽ എന്തായാലും നമ്മൾ അവന്മാർക്ക് നല്ലൊരു വില്ലേജ് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. നല്ലൊരു വീട് ഉണ്ടാക്കാൻ വന്നത് ഇവിടെ ഒന്ന് കയറാൻ സ്ഥലം വേണ്ടേ. ഇവിടെ ഒന്ന് വരും. വണ്ടൂർ സെറ്റപ്പാണ്. എന്താ 1 2 3 ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ തറ വരുന്നു. ഫസ്റ്റ് അളവെടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ലാസ്റ്റ് പൊളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് അളവെടുത്ത് ഇനി ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ തറ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയാണ് ഗൈസ് നമ്മുടെ വീടിൻ്റെ അടിത്തറ വരുന്നത്. ഇവിടെ ഇങ്ങനെ 2 വെക്കാണ്. ഒരു ചെറിയ വീടായിരിക്കും. ഇതുണ്ടോ, ഇത്ര ഇതുണ്ടാവുള്ളൂ. 2 അല്ല 3 വെക്കായിരുന്നു. വെച്ചാൽ അതിങ്ങനെ ഷേപ്പായിരിക്കും. ഏതാകില്ല നമ്മളിത് ജോയിൻ്റ് ആക്കണം. ജോയിൻ്റ് ആക്കണം ഇത് വെച്ചാക്കണം. ജോയിൻ്റ് അല്ല ഇത് വെച്ച് തന്നെ ആക്കണം. ക്ലാങ്ക് എന്തായാലും കുറച്ച് വേണ്ട വരും. ഇങ്ങനെയാണ് വരുന്നത്. എന്നാൽ ഇവിടെയൊക്കെ പ്ലെയിനായിട്ട് തന്നെ കിടക്കട്ടെ. ഇങ്ങനെ തന്നെ ഉണ്ടോ. ഇതെങ്ങനെയാണ് നമ്മൾ വേണ്ട ഇപ്പോഴത്തെ ഔട്ട്ലുക്ക്. പക്ഷെ കഴിഞ്ഞില്ല. ഇനി പുറകിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓട്ടം മതി, അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. ഇവിടെ എന്തായാലും ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മേലോട്ട് കയറാൻ വേണ്ടി. ഇനി മേളത്തെ പണിയാണ്. ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ നോക്കാനില്ല. ക്രാഫ്റ്റിൻ്റെ ടേബിളിൽ നമുക്ക് ഉണ്ടാക്കേണ്ടത് സ്റ്റെപ്പ് കുറച്ചുണ്ടാകണം. സ്റ്റെപ്പ് കുറച്ചധികം വേണ്ടായിരുന്നു. കുറച്ചധികം എന്ന് വെച്ചാൽ കുറച്ചധികം വേണ്ടായിരുന്നു. ഒരു സ്റ്റാക്കും ഒരു 9 എടുത്തിട്ടുണ്ട്. 9 ആക്കി നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ഗസ് ചെയ്ത്. ഒരു സ്റ്റാക്ക് 9 ഗസ്സാത്. നമ്മളിനി ഇവിടെ നിന്ന് ഇങ്ങനെ ഗോപുരം പോലെ വെക്കണം. അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് ഫസ്റ്റ് തന്നെ പണി പലമ്പളത്ത് കിട്ടാനുള്ള വയസ്സ് നമ്മൾ നമ്മുടെ ഇതെടുത്ത് ഇങ്ങോട്ടാക്കിയിട്ട് ഒരു പൊട്ടാത്ത ആക്സ് ഇവിടെ വെച്ചിട്ട് ഇതിവിടെ വെക്കാൻ സിമ്പിളായിരിക്കും. ഓക്കെ, ഇവിടെ ഇത് വെക്കണം. ഇതെന്ത് ഇങ്ങോട്ട് നിൽക്കുന്നത്? എനിക്ക് കണ്ടത് അങ്ങോട്ട് നോക്കിയിട്ടാണ്. ഇതെന്താ കേസ് ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ചെയ്യണം തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി. ഇനി ഇവിടുത്തെ ഇവിടെ വെക്കണം, എന്നിട്ട് ഇതിവിടെ വെക്കണം, എന്നിട്ട് ഇത് 2 ഇവിടെ വെക്കണം, ഇതിവിടെ വെക്കണം. ഓക്കെ, നമ്മൾ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് സെറ്റ് ചെയ്യണം. ഇനി നമ്മളിങ്ങനെ എന്നിട്ട് ഒന്ന് വെച്ചിട്ട് മരക്ക് വെച്ച് ഇത്ര വേണ്ടായിരുന്നു സ്റ്റെപ്പ് തോന്നുന്നു. അല്ല, എല്ലാ സൈഡിലും വെക്കണ്ടാവും. തന്നെ പ്ലേസ് ആവണല്ലോ. 1 2
ഏകദേശം ആ ഐറ്റിൽ തന്നെ വേണമെന്നുണ്ട്. നടുക്കായിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് അളവിലാണ് നമ്മൾ കൊണ്ടുവന്നത്. അല്ല ഗൈസ്, നടുക്കായിട്ട് നമുക്ക് ഒരു സോമ്പി നോക്കിയൊക്കെ നോക്കന്നെ. നമ്മളെന്തായാലും കട്ടിൽ വെച്ച് കിടന്നുറങ്ങട്ടെ. ഞങ്ങൾ സോമ്പി ഒന്ന് തിന്നു. നമുക്കൊരു സോമ്പി നോക്കിയിരിക്കും താഴോട്ട് ചാടാൻ പറ്റാത്തതുകൊണ്ട് ഏതാല്ലേ ഇവിടെ നമ്മളൊരു ഡിസൈൻ തന്നെ അങ്ങ് വെക്കുന്നത്. അവിടെ ഒരു ഓട്ട, ആ ഒരു വീടിൻ്റെ ഒരു ഡിസൈൻ ആയിരുന്നോട്ടെ. ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യാം. അവിടെ സ്റ്റെപ്പാണ് വെച്ചത്. അയ്യോ, അവിടെ വുഡായിരുന്നു ഉദ്ദേശിച്ചത്. സീനില്ല, അതെനിക്കിഷ്ടപ്പെട്ടു. സ്റ്റെപ്പാണെങ്കിലും എന്താ ഉറങ്ങാൻ പറ്റാത്ത. ഉറങ്ങാൻ പറ്റി. ഓക്കെ, രണ്ടാം കേസ് ഇവനിപ്പോൾ താഴോട്ടിറങ്ങാണ്. നമ്മുടെ ഹെൽത്ത് കേസ് 1.5 ഹാർട്ട് ജസ്റ്റ് മിസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ എപ്പിസോഡ് എൻ്റെ ആകണ്ട വന്നേനെ. ഇവനിത് ഇവിടെ നിന്നാണ് കയറി വന്നേ. എന്താണെന്ന് വെച്ചാൽ ഹാർഡ് കോറിൽ ഒരു വട്ടം ചത്താൽ പിന്നെ ചത്തതാ. എൻ്റെ മോനെ, അവൻ വന്ന വരുത്തിങ് കണ്ടായിരുന്നോ? കിടുങ്ങിപ്പോയി. എവിടെ നിന്നൊക്കെയാണ് കയറി വരുന്നത്? വേൾഡ് തീർന്ന്. നമ്മളെന്തായാലും അതുപോലെ ചുറ്റിനും അങ്ങ് വെക്കാമാണ്. ഇവിടെ മുകളിൽ ഫുൾ അങ്ങനെ കവർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മൾ വീടൊക്കെ ഉണ്ടാക്കി വന്നായിരുന്നു ഗൈസ്. നമ്മുടെ ആർട്ട് സീരീസ് ഇടുന്ന ഉണ്ടാക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചതൊക്കെയോ നമുക്കിനി ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ വീടുണ്ടാക്കി വ്യൂ നോക്കാൻ വേണ്ടി നമുക്കിനി അവിടെ ബിൽഡ് ചെയ്യാനും പറ്റില്ല. പക്ഷേ വ്യൂ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പുറകോട്ട് വന്നേ. ഇവിടെ സ്ഥലമില്ലാത്ത കാര്യം പറഞ്ഞു, നേരെ താഴെ വീണ് പടായി. കണ്ട വയസ്സ് ആകെ നമുക്ക് 3-4 ഹെൽത്ത് ഉണ്ടായിരുന്നു. ഇതോ അത്ര ആയിരുന്നു ഡീം. ആക്കെ ഇപ്പുറത്തുള്ള വെള്ളത്തിൽ വീഴുക. പക്ഷേ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോൾ. നമ്മൾ വീടൊക്കെ ഉണ്ടാക്കി വന്നായിരുന്നു. കണ്ട വയസ്സ് ഒരു വില്ലേജിൻ്റെ മയത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. കണ്ടോ, അതേ മോഡൽ സാധനം. മുമ്പിൽ കുറച്ചും കൂടി ഒരു വാതിലും കൂടി സെറ്റ് ചെയ്യാത്തതിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ. ഉണ്ടോ, ഒരു കിടുക്കാജി വീട്. എന്തായാലും തണ്ണയിലെടുക്കാൻ എളുപ്പമായി. പക്ഷെ അവിടെ ഒരു വാതിൽ വെക്കാൻ പറ്റില്ലല്ലോ. ക്രിയേറ്റിവിറ്റി ആക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഇതിപ്പോൾ? പക്ഷേ വേൾഡ് തന്നെ ഉണ്ടായിരുന്നു. ഇതൊരു വല്ലാത്ത അവസ്ഥയായി ഫേസ്. എന്തായാലും വേഗം ഒന്ന് തമിഴിലെടുത്ത് പോകട്ടെ. ഓക്കെ, നമ്മൾ തമിഴിലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നൈറ്റായി പിന്നെ ഉറങ്ങാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. പ്ലസ് നമുക്ക് കളക്റ്റാക്കാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. എക്സ്റേ മാത്രം ചെയ്യാൻ പറ്റും. നമ്മളെപ്പോൾ ഹാർഡ് കോർ തുടങ്ങിയാലും ഇതന്നെ അവസ്ഥ. ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ടായിരുന്നു. വീടൊക്കെ പ്രോപ്പർ ബിൽഡ് ചെയ്ത് പുറകിൽ ഡിസൈൻ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മളുണ്ട് മുമ്പിൽ ലാസ്റ്റ് എന്തോ ഒരു പോരായ്മ വന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് ഈ വുഡ് പൊട്ടിക്കാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്തോ ഒരു തകരാറുണ്ടല്ലോ എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്തോ ഒരു തകരാറുണ്ടല്ലോ എന്ന് വെച്ച് ഇങ്ങനെ പുറകോട്ടല്ലേ ഡിം നേരെ തളർന്ന് ഒറ്റ ചാവല്. ഇത് നമ്മുടെ ഐറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ സാധനങ്ങളാണ്. ശേ, നീയെങ്കിലും എന്നെ തല്ലടാ. എന്ത് ചൂട്. ഞാനിവിടെ ഇല്ല ഗൈസ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഒരു സ്റ്റീവിന് തല മാത്രം കാണാം. അതൊരു വല്ലാത്ത അവസ്ഥ. ഉണ്ടോ കാണിച്ചില്ല? കണ്ടോ ഗൈസ്, ഒരു സ്റ്റീവിൻ്റെ തല മാത്രം കാണാം നമുക്ക്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. നമ്മുടെ ഹാർഡ് കോർ സീരീസ് നമ്മൾ വീണ്ടും നമുക്ക് നമ്മുടെ വലിയ ഇതെടുക്കാൻ പറ്റിയില്ല. നമുക്കിതുവരെയായിട്ടും വീടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡെഡായിട്ടുണ്ട്. നമ്മുടെ മറ്റേലും അങ്ങനെ തന്നെ. നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊരു
ക്രീപ്പർ മാമൻ വന്ന് കൊന്ന്. ഇതിൽ അതേപോലെ തന്നെ നമ്മൾ താഴെ വീണ് ചത്ത്. എന്തായാലും ഞാൻ പുതിയൊരു ഹാർഡ് കോർ വേൾഡ് വീണ്ടും തുടങ്ങും. ലക്കുണ്ടായാൽ മതിയായിരുന്നു അതിൽ ഇതേപോലെ തന്നെ. ഇപ്പം എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പുതിയതായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതൊക്കെ സബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നവർ. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. ബൈ ബൈ.